Assalamualaikum. Welcome back to Hana Settle World. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹന സെറ്റിൽഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഫാമിലി മെമ്പർ 550 എബോവ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ബെല്ലൈക്കൺ കമന്റ് ആൻഡ് ലൈക്ക് തന്നവർക്ക് ഒരിക്കൽ കൂടി എന്റെ ഹേർട്ട് താങ്ക് യു തരുവാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എന്ത് ഡിഷാണ് നിങ്ങൾക്ക് എന്റെ ഉമ്മ സർപ്രൈസ് ആയിട്ട് കരുതി വെച്ചിരിക്കുന്നത്? നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ കിച്ചണിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്. എന്നാൽ അത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ഗോബി മഞ്ചൂരിയനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 500 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ വലിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് വേവണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലിട്ട് വെച്ച് അടച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ടൊരു ഉപ്പും ആഡ് ചെയ്ത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഒരു കോട്ടിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ, പിന്നെ നമ്മുടെ സോയാ സോസ് വേണം. അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണാണ്. ലൈറ്റ് സോയാ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോളിഫ്ലവർ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കതിൽ ഉപ്പ് കിട്ടത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിലെ കോളിഫ്ലവർ കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സോയാ സോസ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനലി ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് മൊത്തത്തിൽ വെള്ളം ഒഴിക്കാതെ നിൽക്കാതെ ഇതേപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത് ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൽ മൊത്തത്തിൽ നമ്മൾ ഈ കോട്ടിങ് കിട്ടിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റായ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഈ ഒരു കോട്ടിങ്, അതായത് മൊത്തത്തിൽ എല്ലാത്തിലും കിട്ടുന്ന രീതിയിൽ, അതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ അതായത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ഗാർലിക് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു 6 എണ്ണം എടുത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതാക്കണ്ടേ, ഒരു ക്യൂബ്സായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 2 ഗ്രീൻ ചില്ലി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനി പോർഷൻ വേണം, അതൊരു 1/4 കപ്പ് എടുക്കാം. അത് കണക്ക് വൈറ്റ് പോർഷനും 1/4 കപ്പ് എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മുടെ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നമ്മുടെ കൈവാക്കിന് തന്നെ എടുത്ത് വെക്കുകയെങ്കിലേ നമുക്ക് പെട്ടെന്നിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം എല്ലാം നമ്മൾ 1 മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത്. ചെറിയൊരു ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ. ഇനി ഇതിലോട്ട് ഫൈനലി നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ യെല്ലോയും റെഡും ചൂസ് ചെയ്തത്. നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന ഗ്രീനും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഫൈനലി ഞാനിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള സോസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ചില്ലി സോസാണ്. ഇത് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് സോയാ സോസും 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ വേണം. ഇതിൽ ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ വരെ
അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം, കാരണം ഓവറായി കഴിഞ്ഞാൽ ഇച്ചിരി പുളിപ്പ് കൂടും. ഇനി ഈ സോസുകളൊക്കെ നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക. പിന്നെ എല്ലാം നമ്മൾ വളരെ സമാധാനത്തോടുകൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സോസുകളൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഒന്ന് തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊരു കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഞാനിപ്പോൾ ഇതിലോട്ട് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ 1/2 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ സീക്രട്ടായിട്ട് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കും, കാരണം നമ്മൾ എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു കോൺ സ്റ്റാർച്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലവറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചതാണ്. ഇതിനെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാം ഒരു സ്പൂണോട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി ഒന്ന് കുറുവണം. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇതിലൊരു പുളിപ്പും ഒരു മധുരവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ചൂടായി കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ടേസ്റ്റ് നമുക്കുണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഫൈനലി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊരു ഡ്രൈ ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഫൈനലി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഗ്രീനി പോർഷൻ, അതായത് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനി പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഗോബി മഞ്ചൂരിയൻ ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതിനെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.